നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമായവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക, നേരിട്ട് വിളിക്കാതെ ഇരിക്കുക. ജാതക പരിശോധന നടത്തി ഭാഗ്യദായകമായ യന്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നു. ഭാഗ്യത്തിനും നേട്ടങ്ങൾക്കുമായി സുദർശന യന്ത്രം, ധനത്തിനും സമൃദ്ധിക്കുമായി ധനലക്ഷ്മി യന്ത്രം, വശ്യത്തിനായി ബാണേശി, അതുപോലെ തന്നെ ഗ്രഹസ്ഥാനങ്ങളുടെ ദോഷത്തെ പരിഹരിക്കുന്നതിനായിട്ട് നവഗ്രഹ യന്ത്രം, കുജരാഹുകേതു ദോഷങ്ങൾക്കായുള്ള യന്ത്രങ്ങളും തയ്യാർ ചെയ്തു നൽകുന്നു. യന്ത്രങ്ങൾ ആവശ്യമായുള്ളവർ ഞങ്ങളുടെ ചാനലുമായി ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്ഥജംബുവലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം വിഘ്നേശ്വര മഹേശ്വര ഭഗവതി അമ്മേ ഭഗവതി നമോ സുബ്രഹ്മണ്യ സ്വാമി അയ്യപ്പസ്വാമി നമോ നമ. ഓം കാളിയേ നമ. ഓം ദുർഗേ നമ. ഓം അന്നപൂർണേശ്വരി കാളോഖാവതി. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. 2026 ഓഗസ്റ്റ് മാസത്തിൻ്റെ അവസാന പാദത്തിൽ വന്നു ചേരുന്ന ഹംസ യോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ജ്യോതിഷത്തിൽ ഏറ്റവും വിശിഷ്ടമായ പഞ്ചമഹായോഗങ്ങളിലൊന്നാണ് ഹംസയോഗം എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഹംസയോഗത്തിൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുന്ന നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യത്തിൻ്റെ ഏറ്റവും മുകളിൽ എത്തിച്ചേർന്നിരിക്കുന്നവർ എന്നുള്ളതാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ ഒരുപാട് ദുഃഖങ്ങളിലൂടെ സഞ്ചരിച്ചിരുന്ന ആൾക്കാർക്കാണ് പൊതുവിൽ ഹംസയോഗത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യമെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വളരെയധികം സന്തോഷകരമായിരിക്കുന്ന അവസ്ഥ അനുഭവിക്കുക. ഒരുപാട് കാലങ്ങളിലൂടെ ദുഃഖങ്ങളിലൂടെ ഒക്കെ കടന്നു വന്നിട്ടുള്ള നക്ഷത്ര ജാതരിൽ ഭാഗ്യമായിരിക്കുന്ന വ്യവസ്ഥ, സന്തോഷകരമായിരിക്കുന്ന വ്യവസ്ഥ, ആനന്ദദായകമായ വ്യവസ്ഥ എന്നിവ അനുഭവിക്കുവാനുള്ള വലിയ യോഗമാണ് ഹംസയോഗം എന്ന് പറയുന്നത്. വ്യാഴം അഥവാ ഗുരു തൻ്റെ സ്വന്തം രാശികളായ ധനു, മീനം രാശികളിലൂടെ സഞ്ചരിക്കുക, അല്ലെങ്കിൽ ഉച്ചരാശിയായ കർക്കിടകത്തിൻ്റെ കേന്ദ്രഭാവങ്ങളിൽ, അതായത് 1, 4, 7, 10 ഭാവങ്ങളിൽ നിലകൊള്ളുമ്പോഴാണ് ഹംസയോഗം രൂപപ്പെടുന്നത്. വ്യാഴത്തിൻ്റേതായിരിക്കുന്ന അനുഗ്രഹദായകത്വമാണ് ഹംസയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്നത്. വ്യാഴം സമൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും ഗ്രഹകാരകനാണ്. ആയതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുക എന്ന് പറയുന്നത് സാമ്പത്തികമായും സമൃദ്ധിദായകമായും ഉണരുക എന്നുള്ളതാണ്. ഉയരുക എന്നുള്ളത് അതിൽ നിറഞ്ഞു നിൽക്കുന്ന സത്യം കൂടിയാണ്. ആയതുകൊണ്ട് ഹംസയോഗത്തിൻ്റെ അനുഗ്രഹം ചില നക്ഷത്ര ജാതരിൽ വലിയ ജീവൻ മാറ്റങ്ങളാണ് വരുത്തുവാൻ പോകുന്നത്. ദേവഗുരുവായ വ്യാഴം ഉച്ചത്തിൽ, അതായത് കർക്കിടകം രാശിയിൽ നിൽക്കുമ്പോഴാണ് ഹംസയോഗത്തിന് ശക്തി ഉണ്ടാകുന്നത്. ഇപ്പോൾ അത് കർക്കിടകം രാശിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. തീർച്ചയായിട്ടും വ്യാഴഗ്രഹത്തിൻ്റെ അനുഗ്രഹത്തിന് വളരെ വളരെ ശക്തി ഉണ്ടാകുന്ന സമയമാണിപ്പോൾ. അത് ഏതൊക്കെ നക്ഷത്ര ജാതരിലാണ് വന്നു ചേരുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് കർക്കിടകം രാശി നക്ഷത്ര ജാതരാണ്. അതായത് പുണർദം, കാൽ, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്നതാണല്ലോ കർക്കിടകം രാശി. ഈ നക്ഷത്ര ജാതരിലാണ് ഭാഗ്യത്തിൻ്റേതായ വലിയ അനുഭവങ്ങൾ വന്നു ചേരാൻ പോകുന്നത്. കാലങ്ങളായി ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും
ബുദ്ധിമുട്ടുകളിലുമൊക്കെയായി നിൽക്കുന്ന നക്ഷത്രജാതരായിരുന്നു ഇവർ. തീർച്ചയായിട്ടും ആ ദുഃഖ ദുരിതങ്ങളിൽ നിന്നൊക്കെയുള്ള മോചനം ഓഗസ്റ്റ് മാസത്തിൻ്റെ അവസാന ആഴ്ച മുതൽ 90 ദിവസങ്ങളിലായിട്ട് ഇവർക്ക് വന്നു ചേരും. വ്യാഴം ലഗ്നത്തിൽ അല്ലെങ്കിൽ സ്വന്തം രാശിയിൽ തന്നെ ഉച്ചത്തിൽ നിൽക്കുന്ന അവസ്ഥയാണ് കർക്കിടകം രാശി നക്ഷത്രജാതർക്കുണ്ടാകുന്നത് എന്നുള്ളതാണ്. വലിയ ഭാഗ്യദായകത്വമാണിത്. കർക്കിടകം രാശി നക്ഷത്രജാതരിൽ സമൂഹത്തിൽ വലിയ ബഹുമാനം ലഭിക്കുന്നതായിരിക്കുന്ന വ്യവസ്ഥകളിൽ എത്തിച്ചേരും. അതുപോലെ തന്നെ സാമ്പത്തികമായ മേൽക്കോയ്മ ഏത് വഴിയിലൂടെയും ഇവരിലേക്ക് വന്നു ചേരും. തൊഴിൽപരമായ പുരോഗതി, കർമ്മപരമായിരിക്കുന്ന പുരോഗതി, ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം, പ്രൊമോഷൻ സാധ്യതകൾ, അതായത് ശമ്പളത്തിൻ്റെയൊക്കെ വർധനവ് തുടങ്ങിയവയെല്ലാം കർക്കിടകം രാശി നക്ഷത്രജാതരിൽ വന്നു ചേരും. വിദ്യയിലും തൊഴിലിലും ഉള്ള മുന്നേറ്റം, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി മനസ്സമാധാനം ലഭിക്കുന്ന നിലയിലേക്ക് എത്തിച്ചേരും. ലോട്ടറി പോലെയുള്ള വലിയ സാമ്പത്തിക വ്യവസ്ഥകൾ കൈവന്നു ചേരും. അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും ഓഗസ്റ്റ് മാസം കഴിഞ്ഞ് സെപ്റ്റംബർ അവസാനത്തോടു കൂടി അതിനുള്ള വഴി തുറക്കും. ഹംസയോഗത്തിൻ്റെ ആ ടോപ്പിലെത്തുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വിദേശത്തേക്ക് പോകാനും കഴിയും. വിദേശത്ത് വലിയ നല്ല ശമ്പളമൊക്കെ ലഭിക്കുന്ന ജോലിയിൽ പ്രവേശിക്കുവാനും കഴിയും. ഹംസയോഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ കർക്കിടകം രാശി നക്ഷത്രജാതർക്ക് പല വിധേനയും സാമ്പത്തികമായിരിക്കുന്ന മേൽക്കോയ്മയിൽ എത്തിച്ചേരാൻ കഴിയും. അല്ല, തൊടുന്നതെന്തും പൊന്നാകുന്നവർ എന്ന് പറയുന്നതാവും കർക്കിടകം രാശി നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരുന്നത്. അടുത്തത് ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടം കാൽ ചേരുന്ന ധനുരാശി. വ്യാഴം ധനുരാശിയുടെ അധിപനായതിനാലും വ്യാഴത്തിൻ്റെ അനുഗ്രഹ ദൃഷ്ടികൾ ധനുരാശി നക്ഷത്ര ജാതർക്ക് ലഭിക്കുന്നതിനാലും ഹംസയോഗം ഭാഗ്യദായകമായി മാറുകയാണ് ധനുരാശി നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം. ധനുരാശി നക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നേടാൻ കഴിയുന്ന 90 ദിവസങ്ങളാണ് 2026 ഓഗസ്റ്റ് അവസാന ആഴ്ചയ്ക്ക് ശേഷം വന്നു ചേരാൻ പോകുന്നത്. പുതിയ വീട് വയ്ക്കുവാനുള്ള ഭാഗ്യം, പുതിയ വസ്ത്രങ്ങൾ ലഭിക്കുന്നതിനായിട്ടുള്ള ഭാഗ്യം തുടങ്ങി എന്താണോ ആഗ്രഹിക്കുന്നത് കൈക്കുമ്പിളിലെത്തുന്നതായിരിക്കുന്ന അനുഗ്രഹമാണ്. കൈക്കുമ്പിളിലെത്തിയിരിക്കുന്നതായിരിക്കുന്ന അനുഗ്രഹമാണ് ഹംസ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത്. അതുപോലെ സാമ്പത്തിക പ്രയാസങ്ങൾ മാറും. ഉന്നത പഠനത്തിനും വിദേശ യാത്രയ്ക്കും അനുകൂലമായിരിക്കുന്ന സമയമാണ്. ഹംസ മഹാപുരുഷയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധനുക്കൂറുകാർക്ക് വന്നു ചേരുന്ന ഭാഗ്യം സാഹിത്യ മേഖലയിലുള്ളവർക്ക് അനുഭവിക്കുവാൻ കഴിയും, കലാമേഖലയിലുള്ളവർക്ക് അനുഭവിക്കുവാൻ കഴിയും, രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്നവർക്ക് അനുഭവിക്കുവാൻ കഴിയും. ഇവരുടെയൊക്കെ ജീവിതത്തിൻ്റെ നേതൃത്വപരമായിരിക്കുന്ന അവസ്ഥയിൽ ഹംസ പുരുഷ മഹായോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഗ്യം വന്നു ചേരുക തന്നെ ചെയ്യും. ഹംസ മഹാപുരുഷ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഗ്യം വന്നു ചേരുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ വിദേശ ജോലി, വീട്, വസ്തുവകകൾ വാങ്ങുക, മംഗളകരമായ കാര്യങ്ങൾ വീട്ടിൽ നടത്തുക തുടങ്ങിയവയ്ക്കൊക്കെ അനുകൂലമായ സമയമാണ് ഹംസയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്നത്. ഹംസ മഹാപുരുഷയോഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭാഗ്യത്തിൻ്റേതായിരിക്കുന്ന വലിയ അനുഭവങ്ങൾ തന്നെയാണ് നമ്മളിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. അടുത്തത് മീനക്കൂറാണ്. പൂരട്ടാതി കാൽ ഉത്രട്ടാതി, രേവതി തുടങ്ങിയ നക്ഷത്ര ജാതരാണ് മീനക്കൂറിൻ്റെ അധീനതയിൽ വരുന്നത്. മീനം രാശിയുടെ അധിപനാണ് വ്യാഴം. മീനക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റേതായ എല്ലാ ഗുണങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കും. ഹംസ മഹാപുരുഷയോഗത്തിൻ്റെ എല്ലാ ഭാഗ്യങ്ങളും മീനക്കൂറുകാരായ നക്ഷത്രജാതരിൽ വന്നു ചേരും. സർഗാത്മക രംഗങ്ങളിൽ തിളക്കമാർന്ന് നിൽക്കുവാൻ കഴിയും. അതായത് കലാ, കായിക, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലൊക്കെ തിളങ്ങി നിൽക്കുന്നതിനായിട്ടുള്ള ഭാഗ്യം വന്നു ചേരുമെന്നർത്ഥം. കീർത്തി മുദ്രകൾ ലഭിക്കും, അവാർഡുകൾ ലഭിക്കും. അഭിനയ മേഖലകളിൽ നിൽക്കുന്നവർക്കും രചനാ മേഖലകളിൽ നിൽക്കുന്നവർക്കുമൊക്കെ പ്രത്യേകമായ ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ കുടുംബത്തിൽ സന്തോഷവും ആത്മീയവുമായിരിക്കുന്ന
എല്ലാ ശാന്തി നിറയുന്ന വ്യവസ്ഥിതിയായിരിക്കും വന്നു ചേരുന്നത്. ലോട്ടറി ഭാഗ്യം, അതുപോലെ തന്നെ നറുക്കെടുപ്പുകളിലൂടെയുള്ള ഭാഗ്യങ്ങളൊക്കെ മീനം രാശി നക്ഷത്ര ജാതരിൽ വന്നു ചേരും. അടുത്തത് മകരം രാശിയാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം പകുതി ചേരുന്ന മകരം രാശി. മകരം രാശിയുടെ 7ാം ഭാവത്തിലാണ് വ്യാഴൻ്റേതായ ആധിപത്യമുള്ളത്. ആ ഭാവത്തിൽ വ്യാഴം ഉച്ചത്തിലാണ് നിൽക്കുന്നത്. ആയതുകൊണ്ട് തന്നെ പ്രബല സ്ഥാന യോഗം നിങ്ങളിൽ വന്നു ചേരും. വ്യാഴത്തിൻ്റെ അനുകൂല ദൃഷ്ടിയിലൂടെ ലഭിക്കുന്ന ഹംസ മഹാപുരുഷ യോഗം മകരം രാശി നക്ഷത്ര ജാതരെ നന്നായി അനുഗ്രഹിക്കുക എന്നുള്ളത് ഭാഗ്യമായി വന്നു ചേരുക തന്നെ ചെയ്യും. അതായത് വിവാഹം തടസ്സമായി നിൽക്കുന്ന യുവതീ യുവാക്കൾക്ക് തടസ്സം മാറി വിവാഹ കർമ്മത്തിൽ ഏർപ്പെടുവാനുള്ള ഭാഗ്യം വന്നു ചേരും. പ്രണയ ബന്ധങ്ങളിൽ നിലനിൽക്കുന്ന ആളുകൾക്ക് അത് വിവാഹത്തിൽ എത്തിച്ചേരാനുള്ള ഭാഗ്യമുണ്ടാകും. വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും വിദേശത്തേക്ക് പോകാനും ധാരാളം സമ്പത്തുള്ള ജോലിയിൽ പ്രവേശിക്കുവാനുമുള്ള ഭാഗ്യമുണ്ടാകും. അതുപോലെ തന്നെ കൂട്ടുകച്ചവടത്തിലൂടെ വലിയ ഭാഗ്യം വന്നു ചേരും. മകരം രാശി നക്ഷത്ര ജാതരിൽ പങ്കാളിയുമായിട്ടുള്ള ജീവിതം വളരെ ഭാഗ്യദായകമായിട്ട് അനുഭവവേദ്യമാകും. അതുപോലെ തന്നെ പൂർത്തിയാക്കാതെ പകുതിയിൽ നിർത്തിവച്ചിരിക്കുന്ന പദ്ധതികൾ പൂർത്തിയാക്കാനുള്ള സമയം ഹംസമഹാപുരുഷ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരും. 90 ദിവസങ്ങൾക്കുള്ളിൽ അത് പൂർത്തീകരിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആഗ്രഹ പൂർത്തീകരണം, ഏത് ആഗ്രഹം മനസ്സിലുണ്ടോ അത് ദൈവികമായ ഇച്ഛയിലൂടെ പൂർത്തീകരിക്കുവാനുള്ള ഭാഗ്യവും ഉണ്ടാകും. ലോട്ടറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരാനുള്ള വ്യവസ്ഥയും കാണുന്നുണ്ട്. അടുത്തത് തുലാം രാശി നക്ഷത്ര ജാതരെക്കുറിച്ചാണ്. ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ചേരുന്ന തുലാം രാശി നക്ഷത്ര ജാതർ. ഹംസ മഹാപുരുഷ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുലാം രാശി നക്ഷത്ര ജാതർക്ക് ഭാഗ്യത്തിൻ്റെ ഒരു കൊടുമുടി തന്നെ ഉണ്ടാക്കുവാൻ കഴിയും. 2026 ഓഗസ്റ്റ് മാസത്തിൻ്റെ അവസാന ആഴ്ച മുതൽ ഭാഗ്യത്തിൻ്റെതായ വ്യവസ്ഥകൾ ഇവരിലേക്ക് വന്നു ചേരുന്നത് തീർച്ചയായിട്ടും ഇവർക്ക് തിരിച്ചറിയുവാൻ കഴിയും. ആദ്യമൊക്കെ വളരെ പതുങ്ങി എത്തിച്ചേരുന്ന ഭാഗ്യം പിന്നീട് 90 ദിവസം കൊണ്ട് വലിയ ഉയരങ്ങളിൽ എത്തിച്ചേരുവാൻ പറ്റുന്ന പരുവത്തിൽ അവരെ അനുഗ്രഹിക്കും. അതായത് തുലാം രാശിയുടെ 10ാം ഭാവത്തിൽ അഥവാ കർമ്മഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അതും വ്യാഴം അതിൻ്റെ ഉച്ചസ്ഥായിലാണ് നിൽക്കുന്നത്. ആയതുകൊണ്ട് തന്നെ തുലാം രാശി നക്ഷത്ര ജാതരിൽ വരുന്ന 90 ദിവസങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തിക മേൽക്കോയ്മയുടെ കാലം തന്നെ ആയിരിക്കും. പുതിയ വസ്തുക്കൾ വാങ്ങാനുള്ള ഭാഗ്യം, അതുപോലെ വാഹനം വാങ്ങാനുള്ള ഭാഗ്യം, സ്വർണ്ണ ലാഭമുണ്ടാവുക, വസ്ത്രങ്ങൾ വന്നു ചേരുക, പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാവുക, ഇതെല്ലാം തീർച്ചയായും ഈ 90 ദിവസങ്ങൾക്കുള്ളിൽ നടക്കും. ജീവിതത്തിൻ്റെ പരമോത്കൃഷ്ടമായിരിക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. തുലാം രാശിക്കാരായിരിക്കുന്ന നക്ഷത്ര ജാതരിൽ തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും, പ്രമോഷൻ ഉണ്ടാകും, ശമ്പള വർധനവുണ്ടാകും. അതുപോലെ തന്നെ തൊഴിൽ തേടി നിൽക്കുന്ന ആളുകൾക്ക് പുതിയ ഉദ്യോഗം ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും. തീർച്ചയായിട്ടും തൊഴിൽപരമായ അംഗീകാരം ഈ നക്ഷത്ര ജാതരെ തേടിയെത്തുക തന്നെ ചെയ്യും. അടുത്തത് മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക കാൽ ചേരുന്ന മേടം രാശി. മേടം രാശിയുടെ 4ാം ഭാവം അഥവാ സുഖഭാവത്തിലാണ് വ്യാഴൻ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്നത്. ആയതുകൊണ്ട് തന്നെ രോഗ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനം ഉറപ്പായും ഉണ്ടാകും. അതുപോലെ തന്നെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും വന്നു ചേരും. സന്താനങ്ങൾക്ക് പോലും രോഗ ദുരിതങ്ങളിൽ നിന്നുള്ള രക്ഷയുണ്ടാകും. സാമ്പത്തികമായ മാർഗങ്ങൾ പുതിയ വരുമാന തലങ്ങളിലൂടെ നിങ്ങളിലേക്ക് വന്നു ചേരും. ലോട്ടറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങൾ നല്ല തുകയായി തന്നെ നിങ്ങൾക്ക് വന്നു ചേരും. മേടം രാശി നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം പുതിയ വസ്തു, പുതിയ വീട്, പുതിയ വാഹനം, പുതിയ സ്ഥലം എന്നിവ വാങ്ങുവാൻ കഴിയും. ആരോഗ്യപരമായ ജീവിതത്തിൻ്റെ മേഖലയിലൂടെ സഞ്ചരിക്കുവാൻ കഴിയും. ബിസിനസ് മേഖലയിലൊക്കെ വലിയ വിജയമുണ്ടാക്കിയെടുക്കുവാൻ കഴിയും. പങ്കാളിത്ത ബിസിനസ്സിലൂടെ ഉയർന്ന് മുന്നേറുവാൻ കഴിയും. ഈ നക്ഷത്രജാതരായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ചയുണ്ടാവും. മത്സര പരീക്ഷകളിലൊക്കെ
വലിയ വിജയം വന്നു ചേരും. യുവാക്കളെ സംബന്ധിച്ച് തൊഴിൽപരമായിരിക്കുന്ന അനുഗ്രഹം ഉറപ്പായും ഉണ്ടാകും. അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതരുടെ മാതാവിൻ്റെ ആരോഗ്യം പൂർണ്ണമായും നല്ല തരത്തിലെത്തിച്ചേരും. രോഗ ദുരിതങ്ങളിലൊക്കെ നിലനിന്നിരുന്ന മാതൃസ്ഥാനീയരുടെ ആരോഗ്യത്തിന് വലിയ സന്തോഷത്തിൽ തന്നെ നിലവിൽ ഉയർന്നു പോകാനുള്ള ഭാഗ്യമുണ്ടാകും. രോഗമൊക്കെ മാറി നിൽക്കും. തീർച്ചയായിട്ടും ഹംസ മഹാപുരുഷ യോഗം എന്ന് പറയുന്നത് വ്യാഴഗ്രഹത്തിൻ്റെ പൂർണ്ണമായ അനുഗ്രഹത്തിൽ വന്നു ചേരുന്ന യോഗമാണ്. ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മളുടെ ഗ്രഹത്തിന് സമീപത്തുള്ള ക്ഷേത്ര ദർശനങ്ങൾ അനിവാര്യമാക്കുക. തീർച്ചയായിട്ടും മഹേശ്വര ക്ഷേത്രം, മഹാവിഷ്ണു ക്ഷേത്രം, കാളീക്ഷേത്രം, ദുർഗാദേവി ക്ഷേത്രം, കാവുകളുണ്ടെങ്കിൽ കാവ് ദൈവങ്ങളെ പ്രാർത്ഥിക്കുക തുടങ്ങിയവയെല്ലാം ഹംസമഹാപുരുഷ യോഗത്തിൻ്റെ അനുഗ്രഹം വന്നു ചേരുന്നതിന് ഭാഗ്യം നൽകുന്നവയാണ്. എല്ലാ നന്മകളും ഈശ്വരനിൽ നിന്നുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.